ഹലോ ഹലോ ഹാപ്പി ഓണം പോലെ ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ഓണം പറയുന്നു ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം ആശംസിക്കുന്നു. ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലച്ചീന മൈസ്റ്റൽ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഓണത്തിൻ്റെ വ്ളോഗ് എന്തായാലും ഓണം കഴിഞ്ഞിട്ടുള്ള ഡേയ്സിലായിരിക്കും ഞാൻ അപ്ലോഡ് ആക്കുന്നത്. ബിക്കോസ് ഇവിടുത്തെ ഓണമാകുമ്പം തന്നെ നമുക്കറിയാം കുറേ തിരക്കുകളാണ്, കുറേ കറികൾ വെക്കണം എല്ലാം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എല്ലാ കുക്കിങ് കാര്യങ്ങൾ സംഭവമൊക്കെ ആയപ്പോൾ നല്ലതായിട്ട് ടയേർഡായി. എനിക്കൊന്നും ചെയ്യാനുള്ളൊരു ഒരു ആരോഗ്യശേഷി ഇച്ചിരി കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈമൊന്നും എനിക്ക് കിട്ടാത്തത്. അപ്പോൾ അത് മാത്രമല്ല, അതുകൊണ്ട് എൻ്റെ വ്ളോഗ് തിരുവോണ ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ കാണുക. ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നെങ്കിലും എനിക്കറിയില്ല എന്നായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ആഫ്റ്റർ വൈസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഓണം നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് അതായത് ഞങ്ങൾ നൈനിറ്റാളിൽ വന്നിട്ട്, നൈനിറ്റാളിസ് ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ ഹൈദരാബാദ് പോലെയല്ല, ലാസ്റ്റ് ഓണം ഹൈദരാബാദായിരുന്നു. അതുപോലെയല്ല, ഒരുപാട് ഫാമിലീസൊന്നും ഇവിടെ ഒട്ടുമില്ല. ഉള്ള ഫാമിലി കുറച്ച് എൻ്റെ ഫാമിലീസ് നാട്ടിൽ പോയിരിക്കുന്നു. അപ്പം ഞങ്ങളും ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബീഹാറി ഫാമിലി, അവർക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഓണസദ്യക്ക് കൊടുക്കുക. അവർക്ക് ഓണം എന്താണെന്ന് പോലും അറിയില്ല. അവരാദ്യമായിട്ടാണ് ഓണസദ്യ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ്. അറിയാത്തവരൊക്കെ ഓണം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇതില്ലേ. ഒരു 8 പേരിൽ അടങ്ങുന്ന ഒരു കുഞ്ഞ് സെലിബ്രേഷനായിരുന്നു ഞങ്ങൾ ഇവിടെ ഒരുക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഈ ചായന് നല്ല നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഈ ചായം രാവിലെ തന്നെ വന്നിട്ട് എനിക്കാണെങ്കിൽ രാത്രി ഫുള്ള് ഓണത്തിൻ്റെ തലേദിവസത്തെ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ വീഡിയോ ഫുള്ള് എടുത്തിട്ടുണ്ട്. എല്ലാ കറികളെല്ലാം കട്ട് ചെയ്ത് വെജിറ്റബിൾസ് എല്ലാം സെറ്റാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതെനിക്ക് തോന്നും ഇങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ രാത്രി 1 മണിയായി ഞാനും ഒലിവറൊക്കെ ഉറങ്ങിയത്. അങ്ങനെ രാവിലെ ഞാൻ വെച്ച് 6 o'clock ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കുക്കിംഗ് തുടങ്ങാം. 11 മണിയാകുമ്പോൾ തീരട്ടെ, അല്ലെങ്കിൽ 12 മണിയായിട്ട് തീർന്നിട്ട് പിന്നെ നമുക്ക് റെഡിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ആ ക്ഷീണത്തിൻ്റെ ഇത് കാരണം വെച്ചാൽ 7:30 വന്ന് ഞാൻ പിന്നെ 8 മണിക്ക് എണീറ്റിട്ടാണ് തുടങ്ങുന്നത്. അതൊക്കെ ആയപ്പോൾ എനിക്ക് 2 മണിയൊക്കെ ആയി ഫുഡ് കാര്യങ്ങളും വിത്ത് പായസമൊക്കെ കംപ്ലീറ്റ് ആക്കി കുക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതിപ്പോൾ എടുക്കുന്ന ഇൻട്രോ ലാസ്റ്റ് എല്ലാം ഓണവും സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് എടുക്കുന്നത്. എനിക്ക് അതിനൊരു ടൈം കിട്ടിയില്ല. പക്ഷേ ഹിച്ചാൻ എന്തോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് അത്തപ്പൂക്കളത്തിൻ്റെ കാര്യങ്ങളും പൂക്കളെല്ലാം 2-3 ദിവസം മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഹിച്ചാൻ തന്നെ സെറ്റ് ചെയ്ത്, ഹിച്ചാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിൻ്റെ യാതൊരു ക്ഷീണം ഇല്ലാണ്ട് എല്ലാ പ്രിപ്പറേഷൻസ് ഹിച്ചാൻ ഔട്ട്സൈഡ് കാര്യങ്ങൾ, ഡെക്കറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹിച്ചാൻ കൂടെ ചെയ്തു. എനിക്ക് കുക്കിംഗ് കാര്യങ്ങൾ നല്ല എന്നെയും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ, ഞാനും ഹിച്ചാനും ഒലിവറും മാത്രമുള്ള ഞങ്ങളുടെ ഒരു കുഞ്ഞു ഓണമാണ്. നെക്സ്റ്റ് ഇയറിൽ ഇതേപോലെ ഇങ്ങനെ ആയിരിക്കുമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ പ്രസൻറ്റ് ആയിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഓണത്തിന് ഫേവറബിൾ ആയതുകൊണ്ട് നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ വീഡിയോ ആണ്. തിരുവോണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് 10 days ഓണം, അല്ലെങ്കിൽ 28 ഓണം, അങ്ങനെ നമുക്ക് ഈ ഒരു മാസം ഫുൾ ഓണമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഓണം അതിൻ്റെ ഇടയിലുള്ളൊരു ഓണമായിട്ടങ്ങ് വിചാരിച്ചാൽ മതി. എസ്പെഷ്യലി ഇത് ഞങ്ങളുടെ തിരുവോണമാണ്. സോ ഇത് നമ്മുടെ ഓണം. അപ്പം പറഞ്ഞ പോലെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അത്തപ്പൂക്കളത്തിനെല്ലാം സെറ്റ് ആക്കുവാണ്. അതുകൊണ്ട് സൺഫ്ലവർ വരെ ഉണ്ടായിരുന്നു. നല്ല നല്ല ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് പൂക്കൾ ഞങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും പൂ കിട്ടാനുള്ള അവൈലബിലിറ്റി ഇല്ല. നമ്മുടെ നാട്ടിനെക്കാട്ടി ആയിട്ട് കാണാത്ത കുറേ പൂക്കൾ കണ്ടു. എല്ലാം നല്ല കളർഫുൾ പൂക്കളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റോസ് എന്നൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് റോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ അയച്ചാൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നേരെ അവിടെ നിൽക്കാതെ പെട്ടെന്ന് ഇടോട്ട് വന്നു. അപ്പോൾ നമ്മൾ തലേദിവസം ആക്കി വെച്ച് അരിഞ്ഞു വെച്ച എല്ലാ കറികളുടെയും വെജിറ്റബിൾസാണ് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട കറി. അങ്ങനെ തിരിച്ചിട്ട് നമ്മൾ നേരെ രാത്രി ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് വെക്കുവാണ്.
അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് സാമ്പാർ തന്നെ തുടങ്ങാം. അപ്പോൾ സാമ്പാറിൻ്റെ വെജിറ്റബിൾസാണ്. അപ്പോൾ ഞാൻ കുക്കിംഗ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ചായിട്ടൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. നല്ലതായിട്ടിരിക്കണേ. അത് കഴിഞ്ഞ് അവിയലാണ് കേട്ടോ. അവിയൽ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒറ്റ വിസിൽ തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഓണമായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. എൻ്റെ ഒരു എളുപ്പത്തിന് വെജിറ്റബിൾസ് വരെ ഞാൻ തലേദിവസമാണ് അരിഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ മാഗി നൂഡിൽസാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഫൈനലി ഇതാണ് കേട്ടോ നമ്മുടെ ഓണം ഡെക്കറേഷൻ. ചെയ്യാൻ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ ബിറ്റ്വീനിടയിലുള്ളൊരു ടൈം പിന്നെ ഷൂട്ട് ചെയ്തേയില്ല. ഫുൾ ബിസി ആയിരുന്നു ഓരോന്നാക്കാനും എടുക്കാനും. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സാരി കൊടുത്ത് തലേദിവസം പ്ലീറ്റ് എടുത്ത് വെക്കാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. ഇതാട്ടോ പൂക്കളം. ഇഷ്ടപ്പെട്ടോ? ചേൻ്റെ ഒരു കുഞ്ഞ് ഡിസൈനാണ്. എല്ലാവർക്കും കഴിഞ്ഞു. ഗസ്റ്റുകളൊക്കെ എത്തി. ഇതാണ് കേട്ടോ ദീദി, നമിത ദീദി, 2 കുട്ടികൾ, സാറ് ഫ്രം ബീഹാർ ഫാമിലി. कितना मजा आएगा, मैं तो टेस्ट आपको फ्री होगा। ये लो, क्या लग रहा है? समझे तो पूरा मल्लू हो गया। जोरों में അപ്പം വന്ന ഗസ്റ്റുകളെല്ലാം പോയിട്ട് ഞങ്ങൾ 5 മണിക്കാണ് കേട്ടോ ഓണസദ്യ കഴിക്കുന്നത്. കണ്ട് മനസ്സ് നിറഞ്ഞതുകൊണ്ട് യാതൊരു വിശപ്പും ഇല്ലായിരുന്നു. അതാണ് കേട്ടോ സത്യം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുള്ള കാര്യം ഇത്രയും കറികൾ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വെച്ചത്. എല്ലാം കൂടെ ഒരു 19 ഡിഷസ് ഉണ്ടായിരുന്നു ഓണത്തിന്. ഇങ്ങനത്തെ നല്ല വിശേഷ ദിവസങ്ങളിൽ ചേച്ചേൻ്റെ പഴയ ടീച്ചേഴ്സിനെയൊക്കെ വിളിക്കാറുണ്ട്. അത് മുടങ്ങാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഈ പ്രാവശ്യം അത് ചെയ്തപ്പോൾ എനിക്കും എല്ലാവരെയും വിളിക്കണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് ഞാൻ ഉണ്ടാക്കിയ കറികളെല്ലാം വീഡിയോ കോൾ ചെയ്ത് 1 by 1 ആയിട്ട് കാണിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ച കാര്യം എങ്ങനെ ചെയ്തു എന്നാണ്. എനിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ചെയ്ത കാര്യമാണ് ഇതൊക്കെ. സോ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഓണസദ്യ. എൻ്റെ കറികൾ എന്തെന്ന് പറഞ്ഞു തരാമേ. ചോറ്, പരിപ്പ്, കാളൻ, ഇത് മുളക്, ഇത് വെണ്ടയ്ക്ക, ഇതിവിടെ ചിപ്സും ശർക്കര ഇട്ടിന്നില്ലാത്തതുകൊണ്ട് വേറെ സാധനം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പച്ചടി, കിച്ചടി, പപ്പടം ഇവിടുത്തെ പപ്പടമാണ്. ഹാഫ് പീസ് ബാലൻസ് ഒന്നായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. തോരൻ, നാരങ്ങ, ഇഞ്ചി, മാങ്ങ ഇവിടുത്താണ്. അവിയൽ, കാളൻ, പൊട്ടറ്റോൻ്റെ ഒരു കൂട്ടുകറി, ചമ്മന്തിപ്പൊടി, ഇത് ചേൻ്റെ അമ്മയുടെ പാഴ്സലിൽ നിന്നുള്ളതാണ് കേട്ടോ. പിന്നെ മോര് കറി, പച്ചമോര്, രസം, സാമ്പാർ, സേമിയ, അടപ്രഥമൻ. ഹാപ്പി ഓണം. എല്ലാവരും കഴിച്ചോ?